നമ്മൾ മനുഷ്യരാണ്, വികാരങ്ങളുടെ ഒരു വലിയ കലവറയുമാണ്. നമ്മുടെ മനസ്സ് സ്നേഹം, പ്രണയം, വാത്സല്യം എന്നിവയൊക്കെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന വികാരങ്ങളാണ്. എന്നാൽ ഇതേ വികാരങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ അത് അതിര് കടന്ന അസൂയയും പകയുമായി മാറി വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രണയത്തിൻ്റെ മനോഹരമായ വശത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. ബീഹാറിലും കൊച്ചിയിലും അടുത്ത ദിവസങ്ങളിൽ നടന്ന 2 സംഭവങ്ങൾ നമ്മൾ വലിയൊരു ആലോചനയിലേക്ക് തള്ളിവിടുന്നു. പ്രണയമെന്നാൽ എന്താണ്? ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ സ്വാതന്ത്ര്യത്തെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ബീഹാറിലെ ആ ദാരുണമായ സംഭവത്തിലേക്ക് പോകാം. കല്യാണപ്പന്തൽ, സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട സ്ഥലം. അവിടെ വെച്ചാണ് ഒരു യുവതിക്ക് നേരെ അവളുടെ പഴയ കാമുകൻ തോക്കുമായി എത്തിയത്. ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് വളരെ തണുപ്പൻ മട്ടിൽ അവളെ വെടിവെക്കുന്നു. ഇവിടെ ചിന്തിക്കേണ്ട പ്രധാന വിഷയം ഉപകരണങ്ങളുടെ ലഭ്യത മാത്രമല്ല, ആ യുവാവിന്റെ മാനസികാവസ്ഥ കൂടിയാണ്. പ്രണയ നൈരാശ്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടരുത് എന്ന ചിന്താഗതി. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുവാൻ വരെ മടിക്കാത്ത ഒരു അവസ്ഥ. വധു ഇപ്പോഴും ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ്. ഇത് കാണുമ്പോൾ നമ്മളിൽ ഭയമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഒരു വിഷലിപ്തമായ പ്രണയം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ലവ് എത്രത്തോളം അപകടകരമാണെന്ന് ഇത് കാണിച്ചു തരുന്നു.